എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടി? ഇന്ത്യ തകർക്കാനുള്ള ജോർജ് സോറോസിൻ്റെ പുതിയ നീക്കം. അത് പുതിയ ജൻസിയുടെ ഒരു സംഘടന, ഒരു ഓൺലൈൻ കൂട്ടായ്മ. അതായത് ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് CJP എന്നാണ് ഇവർ പറയുന്നത്. CJP ആണ് കോക്രോച്ച് ജനതാ പാർട്ടി. BJP ആണല്ലോ ഭാരതീയ ജനതാ പാർട്ടി. BJPക്ക് ഇൻസ്റ്റയിൽ 8.7 മില്യനാണ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പുതിയ പാർട്ടിക്ക് 5 ദിവസം കൊണ്ട് 10 മില്യൺ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. അതൊന്ന്. അപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ CJP, കോക്രോച്ച് എന്ന് പറഞ്ഞ പാർട്ടിയാണ്, പാറ്റ ജനതാ പാർട്ടി, അതിൻ്റെ ഫോളോവേഴ്സ് ഇത്ര കൂടിയെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്. ഇനി ഏറ്റവും പുതിയ വാർത്ത അതല്ല അറിയാ. ദുവറാത്തി നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം കാമ്പയിൻ നടത്തുന്ന, പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് കാമ്പയിൻ നടത്തുന്ന പാകിസ്ഥാൻ ബന്ധമുള്ള ധ്രുവറാത്തി കോക്രോച്ച് ജനതാ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വീഡിയോ ചെയ്തിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തൃണമൂൽ കോൺഗ്രസ് തോറ്റമ്പിയല്ലോ, ആ പാർട്ടി നശിച്ച് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ തീപ്പൊരി നേതാവായ മഹുവ മൊയ്ത്ര, കീർത്തി ആസാദ്, ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ CJPയിൽ ചേരാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അതായത് BJPക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു പുതിയ മൂവ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വേണമെങ്കിൽ പലതവണ രാഹുൽ ഗാന്ധി ചോദിച്ചല്ലോ, ബംഗ്ലാദേശ് കണ്ടില്ലേ, നേപ്പാൾ കണ്ടില്ലേ, എന്നിട്ടെന്താണ് ഇന്ത്യയിലെ ചെറുപ്പക്കാർ ജൻസി തെരുവിലിറങ്ങാത്തത് എന്ന് വിലപിച്ച രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള അടുത്ത ടൂൾ കിറ്റ് എന്ന് പറയാം കോക്രോച്ച് ജനതാ പാർട്ടി. ഇതുണ്ടായി വന്നിട്ട് കഥ പറഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംഭവം നടക്കുന്നത് 5 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജോയ് മല്യ ബാഗ്ചി ഇവരുടെ ബെഞ്ചിൽ ഒരു കേസ് വരുന്നു. സഞ്ജയ് ദുബെ എന്ന് പറഞ്ഞൊരു ഒരു വക്കീൽ വന്നിട്ട് അയാൾ ആവശ്യപ്പെടുകയാണ് തനിക്ക് സീനിയർ ഡെസിഗ്നേഷൻ കിട്ടണം. അപ്പോൾ നമ്മൾ പറയും കോടതിയിലെ സീനിയർ വക്കീലാണെന്ന് പറയും. അത് നമ്മൾ സർവീസ് കൊണ്ട് ചുമ്മാ പറയുന്നതാണ്. പക്ഷേ സീനിയർ എന്ന് പറയുന്നത് കോടതികൾ, ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ചില അഭിഭാഷകർക്ക് കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പദവിയുണ്ട്. അത് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കോടതിക്ക് നോക്കണം. ഇത് കൊള്ളാവുന്ന വക്കീലാണ്, ക്രെഡിബിലിറ്റി ഉണ്ട്, ക്രെഡൻഷ്യൽസ് ഉണ്ട്, നിയമത്തിൽ നല്ല പരിജ്ഞാനമുണ്ട് എന്നൊക്കെ വരുമ്പോൾ കോടതി കൺഫർ ചെയ്ത് കൊടുക്കുന്നതാണ് സീനിയർ പദവി. അല്ല എല്ലാവരും സീനിയർമാരൊന്നും അല്ല. നമ്മൾ സീനിയർ എന്ന് പറഞ്ഞ് 10-15 വർഷം കഴിഞ്ഞാൽ സീനിയർ വക്കീലെന്ന് പറയും. അങ്ങനെയൊന്നും അല്ല. സീനിയർ ഒരു പദവിയാണ്, കോടതി കൊടുക്കുന്ന പദവിയാണ്. അവരുടെ കോട്ടുണ്ടല്ലോ, വക്കീൽമാരുടെ ഗൗൺ, അതിൻ്റെ പുറയിൽ ശ്രദ്ധിച്ചറിയാം. സീനിയർ ആണെങ്കിൽ അതിൻ്റെ പുറയിൽ ഒരു പ്ലീറ്റ്, ചതുരത്തിൽ ഒരു പലക പോലൊരു പാളി കാണും. സാധാരണ വക്കീലന്മാരുടെ കോട്ടിൽ ഈ പാളി ഉണ്ടാവത്തില്ല. അതാണ് സീനിയർ അഭിഭാഷകരുടെ ഗൗണിൻ്റെ പ്രത്യേകത. സീനിയർ അഭിഭാഷകർക്ക് നേരിട്ട് ഒരു കക്ഷിയുടെ കയ്യിൽ നിന്ന് കേസെടുക്കാൻ പറ്റില്ല. ഒരു ജൂനിയറെ എടുത്തിട്ട് ആ കേസിൽ സീനിയർ എൻഗേജ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സീനിയർ അഡ്വക്കേറ്റ് ആണെങ്കിൽ പ്രിയൻ വക്കാലത്തെടുക്കും, പ്രിയൻ എന്നിട്ട് എന്നെ വിളിക്കും. അങ്ങനെയാണ് സീനിയർ എൻഗേജ്മെൻറ്റ് നടക്കുന്നത്. ഇത് സാധാരണ നമ്മുടെ ആളുകളുടെ അറിവിലേക്കായി പറഞ്ഞത്. അപ്പോൾ ഈ സഞ്ജയ് ദുബെയുടെ ആവശ്യം തനിക്ക് സീനിയർ പദവി വേണം എന്നാണ്. അപ്പോൾ കോടതി ഇയാളുടെ ഇടപെടലും ഒരു അഗ്ലി ഇടപെടൽ കണ്ടിട്ട് കോടതി ദേഷ്യപ്പെട്ട് കോടതി പറഞ്ഞു, ലോകത്തെ ആരൊക്കെ സീനിയർ അർഹരായാലും ഇയാളാവത്തില്ല, ഇയാൾക്കതിനുള്ള യോഗ്യതയില്ല. കോടതിയോട് കലഹിച്ച് ആവശ്യപ്പെട്ട് കുത്തിരി പിടിച്ച് മേടിക്കേണ്ട ഒന്നല്ല എന്ത് സീനിയർ പദവി, കോടതി ആദരവോടെ കൊടുക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സമൂഹത്തിൽ ചില ആളുകളുണ്ട്, സമൂഹത്തിലെ ഒരു പണിയെടുക്കാതെ ഒട്ടും പ്രൊഫഷണലിസം ഇല്ലാതെ പാറ്റകളെ പോലെ ഇരിക്കുന്ന ചില ആളുകളുണ്ട്. ചെറുപ്പക്കാരിലുണ്ട് അങ്ങനത്തെ ചില പാറ്റകൾ. ഈ പാറ്റകൾ എന്ത് ചെയ്യും? അവരൊരു ജോലി എടുക്കത്തില്ല, ലേസിയാണ്, മടിയന്മാരായിരുന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് അവർ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികളാണ്, RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിവിറ്റീസ് ആവും, എന്നിട്ട് മാധ്യമ പ്രവർത്തകരാകും. അങ്ങനത്തെ ചില പാറ്റകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരാൾ, 30 വയസ്സേ ഉള്ളൂ, ഇയാൾ വളരെ പെട്ടെന്ന് രോഷാകുലനായിട്ട് ഒരു പോസ്റ്റം കിട്ടും. അതായത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ചെറുപ്പക്കാരെ മുഴുവൻ പാറ്റകളെന്ന് വിളിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ പാറ്റ ജനതാ പാർട്ടി ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ എന്നിട്ട് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഓൺലൈനായിട്ട് അപേക്ഷിക്കും, നിങ്ങൾക്കെല്ലാം CJPയിൽ മെമ്പർഷിപ്പ് തരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് CJP എന്ന് പറയുന്ന കളിയാക്കലായിട്ട് തുടങ്ങിയതാണ്, പരിഹാസമായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ അപ്പോഴത്തേക്ക് പിറ്റേ ദിവസം ചീഫ് ജസ്റ്റിസ്
സൂര്യകാന്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്താണ്. ഇന്ത്യയിലെ ചെറുപ്പക്കാർ നല്ല കഠിനാധ്വാനികളാണ്, യുവാക്കൾ വികസിത ഭാരതത്തിൻ്റെ നട്ടെല്ലാണ്. ഞാൻ വ്യാജ ബിരുദങ്ങളൊക്കെ ഉണ്ടാക്കി ഈ സംവിധാനത്തിൽ നുഴഞ്ഞു കയറ്റി മാധ്യമ പ്രവർത്തകരും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിവിറ്റികളും നടത്തുന്ന ആളുകളെ ആണ് ഉദ്ദേശം, അല്ലാതെ നമ്മുടെ ജൻസി അല്ല ഉദ്ദേശിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും ഈ മൂവ്മെൻറ്റ് തുറന്നു. എന്നിട്ടൊരു വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് മെമ്പർഷിപ്പ് എടുക്കുമെന്ന് പറഞ്ഞു. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം, കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിച്ചതിൻ്റെ പശ്ചാത്തലം. പക്ഷേ അതിനുശേഷം അഭിജിത്ത് ദീപ്കെ തൻ്റെ ഒരു നയപ്രഖ്യാപനം നടത്തി. അതായത് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ, അണ്ടർലൈൻ ഉണ്ടാക്കിയതേ ഉള്ളൂ, ഓൺലൈനായിട്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ, അധികാരം കിട്ടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? മതേതരത്വം, സെക്യുലറിസം ഒക്കെ ഉയർത്തിപ്പിടിക്കും. 2, അദാനി അംബാനിമാർ നടത്തുന്ന എല്ലാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നിരോധിക്കും. മനസ്സിലായോ? കാരണം ഇന്ത്യയിൽ അദാനി അംബാനി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ബന്ധുക്കളൊന്നുമില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനങ്ങളാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം ഉണ്ടാക്കി തരുന്ന സ്ഥാപനങ്ങളാണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും വലിയ ഓപ്പറേഷൻസ് നടത്തുന്ന സ്ഥാപനങ്ങളാണ് ലോകത്ത് പലയിടത്തും. ഇപ്പോൾ അദാനി നിർമ്മിക്കുന്ന ഹൈഫ തുറമുഖം ഇസ്രയേലിൽ അല്ലേ? അപ്പോൾ സത്യത്തിൽ അദാനി ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെയാണ് അല്ലേ? ഇന്ത്യൻ തുറമുഖം എന്ന് പറയാം. അങ്ങനെ പലയിടത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വലിയ നമ്മുടെ സമ്പദ്ഘടനയെ വലിയ തോതിൽ താങ്ങി നിർത്തുന്നവരാണ് അദാനി അംബാനിയും മഹീന്ദ്രയും എൽ&ടിയും ഒക്കെ. നമ്മുടെ അയൽ രാജ്യങ്ങളിലെല്ലാം വൈദ്യുതി കൊടുക്കുന്നത് അദാനിയാണ്. അപ്പോൾ ഇവരെയൊക്കെ നിരോധിക്കും. അപ്പോൾ വളരെ കൃത്യമാണ്. പിന്നെ റിട്ടയർഡ് ജഡ്ജിമാർ രാജ്യസഭാ അംഗങ്ങളാവുന്നത് തടയും. അപ്പോൾ റിട്ടയർഡ് ജഡ്ജിമാർക്ക് എന്താ വിലക്കെന്താ? ഇന്ത്യയിലെ ഏതൊരു പൗരനും രാജ്യസഭയിലോ ലോകസഭയിലോ അംഗമാകാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്നതോടെ ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. അതുകൂടാതെ ആണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ധ്രുവറാട്ടി, പിന്നെ നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഏത് പഴുതു കിട്ടിയാലും അംഗം വെട്ടാൻ ഇറങ്ങുന്ന പ്രശാന്ത് ഭൂഷൺ എന്ന് പറഞ്ഞ ഡൽഹിയിലൊരു വക്കീലുണ്ടല്ലോ, അയാൾ, ബഹുവ മൊയ്ത്ര, കീർത്തി ആസാദ്, ഇവരെല്ലാവരും കൂടെ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ അത്ര നിഷ്കളങ്കമല്ല. കാരണം നമ്മൾ ആലോചിക്കണം, ആം ആദ്മി പാർട്ടി ഇങ്ങനെയാണ് ഉണ്ടായത്. ആം ആദ്മി പാർട്ടി ഇങ്ങനെ ഉണ്ടായി വന്നിട്ട് എന്ത് ചെയ്തു? പതുക്കെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് സംഘടിപ്പിച്ച് വന്ന് അവസാനം ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇന്ത്യയിലെ ഡൽഹിയിൽ ഉൾപ്പെടെ അധികാരത്തിൽ വന്നു. പഞ്ചാബ് ഭരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ MLA-മാരും MP-മാരും ഒക്കെ ഉണ്ടായി. അവസാനം അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെയാണെന്നൊക്കെ പറഞ്ഞ് അവസാനം ഏറ്റവും വലിയ അഴിമതിക്കാരുടെ പാർട്ടിയായിട്ട് മാറി. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ BJP എന്ന് പറഞ്ഞ പാർട്ടിയെ തകർക്കുക, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക, രാജ്യവിരുദ്ധ പ്രവണതകൾ നടപ്പാക്കുക എന്ന തരത്തിലേക്ക് മാറി. അതുപോലെ BJPയുടെ സാമ്യമുള്ള പേര്, അതുപോലത്തെ ഒരു പേര് വിട്ട് ഇന്ത്യയെ അട്ടിമറിക്കാൻ ഒരു ശ്രമം നടക്കുന്നതാണോ എന്നൊരു സംശയം ആർക്കെങ്കിലും ഉണ്ടായാൽ അതിൽ തെറ്റ് പറയാൻ പറ്റാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ CJPയുടെ കാര്യങ്ങൾ പോകുന്നത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് കാര്യമായി മിണ്ടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? കാരണം ഇത് കേൾക്കുമ്പോൾ പാറ്റ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു തമാശയായിരുന്നു. ഇപ്പോൾ സർക്കാസം വിട്ടിട്ട് കളി കാര്യമാവുകയാണ്. മെഹുവ മൊയ്ത്രയൊക്കെ വരുമ്പോൾ, പ്രശാന്ത് ഭൂഷൺ വരുമ്പോൾ, ധ്രുവറാട്ടി വരുമ്പോൾ അത് ചെറിയ കളിയല്ലാതായി മാറുന്നു. പുതിയ ടൂൾ കിറ്റ് നമ്മുടെ പ്രധാനമന്ത്രി നോർവേയിലെത്തി അവിടെ ഓസ്ലോയിൽ രാജ്യത്തലവന്മാരുടെ മീറ്റ് നടക്കുന്നു. മീറ്റ് നടന്നിട്ട് 2 രാജ്യത്തലവന്മാരും നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി, ഹെല്ല ലീങ് എന്ന് പറയുന്ന പെൺകുട്ടി ഓടിച്ചെന്ന് ചോദിക്കുന്നു, നിങ്ങളുടെ നാട്ടിൽ ആളുകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തത് ശരിയാണോ? അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം ഒരിടത്തും നമ്മൾ രാജ്യത്തലവന്മാരുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസ് ബ്രീഫിംഗ് നോക്കൂ. പ്രസ് ബ്രീഫിംഗ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ചോദ്യങ്ങൾക്ക് പറയും. ഇവിടെ പ്രസ് ബ്രീഫിംഗ് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇരിക്കെ പ്രസ് ബ്രീഫിംഗ് ഉണ്ടായിരുന്നു, പത്രസമ്മേളനം ഉണ്ടായിരുന്നില്ല, ഇൻറ്ററാക്റ്റീവ് പത്രസമ്മേളനമായിരുന്നില്ല. 2 രാജ്യങ്ങളും തമ്മിൽ എത്തിയിട്ടുള്ള ധാരണകളെക്കുറിച്ച് വിശദമാക്കിയിട്ട് 2 പേരും എണീറ്റ് പോകുന്നു. പിന്നാലെ ഓടിച്ചെന്നിട്ടാണ് ഹെല്ല ലീങ് എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തക എന്ന് പറയുന്ന സ്ത്രീ ഒരു ചോദ്യം ചോദിക്കുന്നത്. അത് ഗൗനിക്കേണ്ട കാര്യം ആർക്കില്ല? 2 രാജ്യത്തലവന്മാർക്കില്ല. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. പ്രസ് ബ്രീഫ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ അവിടെ മാത്രം പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഹെല്ല ലീങ്ങിനെ ആരോ ചുമതലപ്പെടുത്തിയതാണ്. ഹെല്ല ലീങ്ങിന് അതിന് മുമ്പ് വരെ ഇവർ വലിയ മാധ്യമ പ്രവർത്തകരായിട്ടും ഇവർക്ക് 500 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഈ സംഭവം കഴിഞ്ഞപ്പോൾ അത് 15,000 ആയി. ഹെല്ല ലീങ് വലിയ താരമായി. പക്ഷേ ഹെല്ല ലീങ്
ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറി ആയ പാലാക്കാരൻ സിബി ജോർജ് അച്ചായൻ നല്ല ഒന്നാം തരം മറുപടി കൊടുത്തു. ഇന്ത്യക്ക് ഭരണഘടനയുണ്ട്, ഇന്ത്യയിൽ എല്ലാ രാജ്യക്കാരുമായിട്ട് ജൂതന്മാരെ പോലും ഏറ്റവും കൂടുതൽ സംരക്ഷിച്ച രാജ്യം ഇന്ത്യയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സിബി ജോർജ് മറുപടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അല്ല ഇതൊക്കെ പറയാൻ നിന്നെ ആരാ ഇത് ബോധിപ്പിക്കേണ്ടത്? അപ്പോൾ ഇതൊരു പ്ലാനായിരുന്നു. അപ്പോൾ മോദി എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തറിയോ, പത്രസമ്മേളനത്തിൽ മോദി മറുപടി പറഞ്ഞു. പത്രസമ്മേളനത്തിൽ അല്ലെന്നേ, നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങൾക്കും പറയും പത്രസമ്മേളനങ്ങൾക്ക് അല്ല. നോർവേയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും വാർത്താലേഖകരെ കണ്ടിട്ട് പ്രസ് ബ്രീഫ് കഴിഞ്ഞിട്ട് എണീറ്റ് നടന്ന് ലിഫ്റ്റിനടുത്തോട്ട് പോകുമ്പോൾ ഓടിച്ചെന്ന് ചോദിക്കുക. ശരിക്കും അത് സെക്യൂരിറ്റി ബ്രീച്ചാണ്. അവിടെ നിന്ന് തിരിഞ്ഞു നിന്നിട്ട് നരേന്ദ്രമോദി മറുപടി പറയണമായിരുന്നു എന്നാണോ ഇവർ പറയുന്നത്? എന്നിട്ട് പറയുക നറേറ്റീവ്. നരേന്ദ്രമോദി പത്രക്കാരോട് മറുപടി പറയുന്നില്ല. നരേന്ദ്രമോദി എന്തിനാണ് പത്രക്കാരോട് മറുപടി പറയുന്നത്? 2014 വരെ, അതിനു മുമ്പ് വരെ നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. പത്രക്കാരുമായിട്ട് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കും വളരെ നല്ല ബന്ധമായിരുന്നു. പക്ഷേ ഗുജറാത്ത് കലാപത്തിന് ശേഷം നരേന്ദ്രമോദിയെ വല്ലാത്തൊരു വില്ലനായി ചിത്രീകരിച്ച് രാജ്യവിരുദ്ധനായി നരാധമനായിയൊക്കെ വിശേഷിപ്പിക്കാൻ മത്സരിച്ചു ഇവിടുത്തെ മാധ്യമങ്ങൾ. അതുകൊണ്ട് മോദി പത്രക്കാരെ ഇവിടെ പേരങ്ങ് വെട്ടി, എനിക്കിനി പത്രക്കാരെ വേണ്ട. എന്നിട്ട് 2014 മോദി പ്രധാനമന്ത്രിയായി. ഒരു മാധ്യമവും സഹായിച്ചില്ല. ഏത് മാധ്യമം സഹായിച്ചു? ഒരു മാധ്യമത്തിൻ്റെയും സഹായം കൂടാതെയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. ഇപ്പം നമുക്ക് VD സതീശനാവട്ടെ, പിണറായി വിജയനാവട്ടെ, VS അച്യുതാനന്ദനാവട്ടെ, മാധ്യമങ്ങളുടെ സൃഷ്ടിയാണല്ലേ. ഇപ്പം നോക്കൂ, VD സതീശനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവില്ല. കേരളത്തെ രക്ഷിക്കാൻ വന്ന ദൈവദൂതനാണ് VD സതീശൻ എന്ന പോലെയൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ വാഴ്ത്തുന്നത്. ഇതേ മാധ്യമങ്ങളാണ് മിന്നൽ പിണറായി എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത മനോരമ ഓർക്കുന്നില്ലേ? പിണറായി ചരിത്രമെടുത്തു, കേരളത്തെ മാറ്റിമറിക്കും എന്നൊക്കെ തള്ളിമറിച്ച് അവസാനം പിണറായി വെറുക്കപ്പെട്ടവരായി. ഇപ്പം അതേ റോൾ ഇപ്പോൾ സതീശന് കൊടുക്കുക. ഈ സതീശനെ ഇതിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുമ്പോൾ പിണറായിയുടെ അച്ചാരം വാങ്ങിയിട്ട് ഈ മാധ്യമങ്ങൾ ആക്ഷേപിച്ച ആക്ഷേപങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ സതീശനെ പൊക്കിക്കൊണ്ട് നടക്കുന്നു. പക്ഷേ ഇവിടെ നരേന്ദ്രമോദിയെ ഏത് മാധ്യമം, AK ആൻ്റണി അരയണ സമരത്തിലൂടെ വളർന്നു വന്ന KSU നേതാവാണ്. മാധ്യമങ്ങൾ കൊണ്ടാടിയാണ്. മാധ്യമങ്ങളുടെ പരിലാളന ഏറ്റിട്ടാണ് മിക്കവാറും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ, വിശിഷ്യ കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ളത്. പക്ഷേ നരേന്ദ്രമോദിയെ ഏത് മാധ്യമമാണ് ഏത് കാലത്താണ് വളർത്തിയെടുത്തത്? എനിക്കെന്തിനു നിങ്ങളെ കൊണ്ട് ആവശ്യം? നിങ്ങളെ കൊണ്ട് ഒരു കാര്യവും നേടാത്ത ആളാണ് ഞാൻ. എനിക്ക് നിങ്ങളെ കൊണ്ടൊന്നും നേടാനുമില്ല. നിങ്ങൾ എന്തു പറയുന്നു എന്ന് എന്നെ ബാധിക്കുന്നതേയല്ല. എൻ്റെ സൃഷ്ടിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ എൻ്റെ വളർച്ചയിൽ നിങ്ങൾക്കൊരു പങ്കുമില്ല. നിങ്ങൾ എന്നെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെ എനിക്ക് വേണ്ട. പണ്ടൊക്കെ പ്രധാനമന്ത്രിമാർ വിദേശയാത്ര പോകുമ്പോൾ വേറൊരു വിമാനത്തിൽ നിറയെ മാധ്യമപ്രവർത്തകരായിരിക്കും. പോകുന്ന രാജ്യങ്ങളെല്ലാം കള്ളും കുടിച്ച് അർമാദിച്ച് നടക്കാമായിരുന്നു. മോദി 10 വർഷം 12 വർഷമാകുന്നു, ഒരൊറ്റ വിദേശ യാത്രയിൽ ഒറ്റ മാധ്യമ പ്രവർത്തകരെ കൊണ്ടുപോയിട്ടില്ല. അപ്പം അവിടുന്ന് കിട്ടുന്ന സമ്മാനങ്ങൾ, അവിടുന്ന് കിട്ടുന്ന സൗകര്യങ്ങൾ, അവിടെ കിട്ടുന്ന ലക്ഷറി, ഇതൊക്കെ കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്ക് നഷ്ടപ്പെട്ടു. ചൈന കണ്ടില്ലേ നമ്മൾ? ട്രംപിൻ്റെ കൂടെ വന്നവരൊക്കെ ചൈനയിൽ വന്നു, പത്രക്കാർക്കെല്ലാം ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തു. വിമാനത്തെ കയറുമ്പോൾ ട്രംപ് കൊടുത്തു, ഒരൊറ്റ സാധനം കൊണ്ടുവന്നു, എല്ലാം ചൈനയിലെ കുപ്പ കളഞ്ഞേക്കണം. വിലപിടിപ്പുള്ള ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള മൊബൈലൊക്കെ ചൈനീസ് അധികൃതർ പത്രക്കാർക്ക് സമ്മാനമായിട്ട് കൊടുത്തു. പക്ഷേ ഇതെല്ലാം ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ചവറ്റുകൊട്ടയിൽ ഡംപ് ചെയ്തു. കാരണം ഇതിനകത്ത് എന്ത് ചാരപ്പണിയാണ് ചൈന ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ശ്രമങ്ങൾ, ഇതിനുവേണ്ടി ഫണ്ട് മുടക്കുന്നത് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പോലും ഫണ്ട് മുടക്കിയത് ജോർജ് സോറോസ് ആണെന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്നുണ്ടായിരിക്കുന്ന CJP എന്ന് പറയുന്ന ഈ മൂവ്മെൻറ്റ് അത്ര നിഷ്കളങ്കമല്ല എന്ന് തോന്നാനൊരു കാരണം, അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളരുത്. അയാൾ മഹാരാഷ്ട്രയിൽ കമ്മ്യൂണിക്കേഷൻ പൂനെയിൽ നിന്ന് ജേർണലിസം പഠിച്ചു. മഹാരാഷ്ട്രക്കാരനാണ്. എന്നിട്ട് അയാൾ US ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പോയി പബ്ലിക് റിലേഷൻസിൽ അമേരിക്കയിൽ പോയി ബിരുദം നേടിയിട്ടുണ്ട്. അമേരിക്ക റിലേഷൻ നോക്കണം. കാരണം അമേരിക്ക റിലേഷൻ എന്താ കുഴപ്പമാണെന്ന് ചോദിക്കും. അങ്ങനെയല്ല, അമേരിക്കയിലൊക്കെ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ അവിടെ നിന്ന് CIAയും ഡീപ് സ്റ്റേറ്റും ഒക്കെ വിലക്കെടുക്കും. അവരുടെ ടൂളായിട്ട് ഇങ്ങോട്ട് മാറും. എന്നിട്ട് ഇയാൾ 2019 2019 മുതൽ 2024 വരെ, അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം വരെ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ എലക്ഷൻ അഡ്വൈസറായിരുന്നു. എലക്ഷൻ ആൻഡ് പോളിസി അഡ്വൈസറായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അഡ്വൈസറായിരുന്നു. നോക്കൂ, വളരെ ക്ലീനായിട്ട് ആം ആദ്മി പാർട്ടി ബന്ധം വന്നിരിക്കുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഒരു ക്ഷീണകാലമാണ്. നാളെ ആം ആദ്മിയുടെ ബദലായിട്ട് CJP വന്നാലോ?
ഇപ്പോൾ കോക്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇഷ്ടക്കേട് തോന്നുകയും, പക്ഷേ CJP എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, BJP ആണെന്ന് തോന്നുകയും ചെയ്യും. അതെ. അപ്പോൾ ഏതായാലും ഇപ്പം അഭിജിത്ത് ദീപ്ക ഇപ്പോൾ പറയുന്നത് എൻ്റെ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. ഏതായാലും ഇത് ഒരു പുതിയ വിപത്ത് രാജ്യത്തെ ഗ്രസിക്കാൻ വേണ്ടി ജെൻസി ചെറുപ്പക്കാരെ ഇറക്കി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് അഭിജിത്ത് ദീപ്കെ ഈ കോക്രോച്ച് പാർട്ടി, ജനതാ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പ്രകടമായി വരികയാണ്. ഇത് വലിയൊരു അപകടമാണ്. ഇതിൻ്റെ പിന്നിൽ രാജ്യവിരുദ്ധരായ എല്ലാവരും എത്തിയേരും. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ CJPയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നതും നമുക്ക് കാണാൻ കഴിയും. നാളെ ഇതൊരു കലാപമായിട്ട് ഈ ബംഗ്ലാദേശിലെ നേപ്പാളിലൊക്കെ ഉറപ്പായും അതിനുള്ള ഏറ്റവും പുതിയ ശ്രമമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാര്യങ്ങൾ നമ്മൾ ജാഗ്രതയോടെ കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും CJP എന്ന് പറയുന്ന ഈ പുതിയ നീക്കം നമ്മുടെ രാജ്യത്തെ ശിഥിലീകരിക്കാനും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുമുള്ള, രാജ്യത്ത് കലാപം ഉണ്ടാക്കാനുള്ള പുതിയ അസ്വസ്ഥരായ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഞങ്ങളെ കോക്രോച്ച് പാറ്റകളെന്ന് വിളിച്ചിരിക്കുന്നു. ഈ അഭിജിത്ത് ദീപ്ക പറയുന്നുണ്ട് ഞങ്ങൾ ലേസികളാണെന്ന്, ഞങ്ങൾ മടിയന്മാരാണെന്ന്. ഞങ്ങൾ മടിയന്മാർ, ഒരു പണിയും ചെയ്യാത്ത മടിയന്മാരാണ് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞിട്ടാണ് വരുന്നത്. ഏതായാലും ഇത് അരാജകവാദമാണ്, ഒരു പുതിയ ടൂൾ കിറ്റാണ്. ഇതിനെതിരെ ജാഗ്രത വേണം. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊടിയൊക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാം കോൺഗ്രസിന്റെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെയും പിന്നെ ഒരു BJPയുടെ കളറും ഉണ്ട്, കാവി പച്ച കളറും, ചുവപ്പ് കാവി ഈ പറയുന്ന ത്രിവർണ്ണമത ആ രീതിയിലാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് നമ്മളാണ് ആദ്യം പ്രേക്ഷകരോട് പറയുന്നു എന്ന് തോന്നുന്നു. ഇത്തരം കാര്യങ്ങൾ ആദ്യം പറയാൻ എപ്പോഴും ഞങ്ങളെ ഉണ്ടാവാറുള്ളൂ. ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം.